അല്ലെങ്കിൽ 24 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ കല്ലറയിൽ അടക്കപ്പെടേണ്ടവനായിരുന്നു. 24 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അസ്ഥികഷ്ണങ്ങളായിട്ട് മാറ്റപ്പെടേണ്ടവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്ന് വെച്ചാൽ എല്ലാവരും മരിക്കത്തില്ല, മരിക്കും. പക്ഷേ ഇന്ന് ഞാൻ അറിയുന്നു, അന്ന് ഞാൻ മരിച്ചു പോയിരുന്നുവെങ്കിൽ, അന്ന് ഞാൻ ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ ഇനി വരുവാനിരിക്കുന്ന സംഭവത്തെ പറ്റി എനിക്ക് അറിയത്തില്ല, ഇന്നറിയാം. പ്രിയപ്പെട്ടവരെ, നാളെ യേശുക്രിസ്തു ഭൂമിയിലേക്ക് രാജാവായിട്ട് മടങ്ങി വരികയും അതിനുശേഷം 1000 വർഷം കഴിഞ്ഞ് ലോകം അവസാനിക്കുകയും ചെയ്യുന്ന അന്ന് മരിച്ചവരെല്ലാവരും പാപത്തിൽ, ക്രിസ്തുവിനെ കൂടാതെ മരിച്ചവരെല്ലാവരും കല്ലറകളെ വിട്ടും ദഹിപ്പിച്ച ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ന്യായവിധിക്ക് വേണ്ടി നിൽക്കുന്ന ആ ദിവസം എന്റെ പാപങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് മാറ്റപ്പെടാതിരുന്നത് കൊണ്ടും യേശുക്രിസ്തുവിന്റെ രക്തത്തെ ഞാൻ അംഗീകരിക്കാതിരുന്നത് കൊണ്ടും അന്ന് എനിക്ക് ന്യായവിധിയുണ്ട്. നിത്യമായിരിക്കുന്ന നരകാഗ്നിയിലേക്ക് ഞാൻ എറിയപ്പെടുമായിരുന്നു. അതേ, ഒരിക്കലും മാറ്റമില്ലാത്ത ആ നരകത്തിലേക്ക് എന്റെ ആത്മീയ ശരീരം എറിയപ്പെടുമായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ഭൂമിയിലും സമാധാനം അനുഭവിക്കുന്നു. മരണത്തിനപ്പുറത്തേക്കുള്ള ഞങ്ങളുടെ വാഴ്ചകളെ പറ്റി ഞങ്ങൾ ഓർത്ത് സന്തോഷിക്കുന്നു. മരിച്ചതിന് ശേഷം നിത്യമായിരിക്കുന്ന സ്വർഗത്തിലേക്ക് യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു.